ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു സങ്കീർത്തന ഭാഗമാണ് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 96-ാം സങ്കീർത്തനം, അതിൻ്റെ അവസാനത്തെ വാക്യം, 13-ാമത്തെ വാക്യം ഒരാൾക്ക് ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. 96-ാം സങ്കീർത്തനം, അതിൻ്റെ 13-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോട് ജാതികളെ വിശ്വസ്തയോട് കൂടെ വിധിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ വാക്യം ലാൻസി വായിക്കുവാനിടയായി. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്: ബിഫോർ ദ ലോർഡ്, ഫോർ ഹി ഈസ് കമ്മിങ് ടു ജഡ്ജ് ദ വേൾഡ്, ദ എർത്ത്. ഹി വിൽ ജഡ്ജ് ദ വേൾഡ് ഇൻ റൈച്ചസ്നെസ് ആൻഡ് ദ പീപ്പിൾസ് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. ഹല്ലേലൂയ. 2024 ആദ്യ സമയത്തുള്ള സന്ദേശങ്ങളിൽ ഒന്നായതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ കഴിയും, ഇത് പഴയ നിയമത്തിലെ ഒരു സങ്കീർത്തനമാണ്. 150 സങ്കീർത്തനങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ 96-ാമത്തെ സങ്കീർത്തനമാണ് നാം വായിച്ചത്. 13 വാക്യങ്ങളേ ഉള്ളൂ. പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പുതിയ നിയമ കാലഘട്ടത്തിലെ ഒരു സങ്കീർത്തനം എന്ന് വിളിക്കുവാൻ ഞാൻ ഈ സങ്കീർത്തനത്തെ ആഗ്രഹിക്കുകയാണ്. മനസ്സിലായോ? അതായത് പുതിയ നിയമ കാലഘട്ടത്തിൽ, പുതിയ നിയമത്തിലെ സങ്കീർത്തനങ്ങളൊന്നുമില്ല, ഉണ്ടോ? എന്നാൽ പറയുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പുതിയ നിയമത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നത്, ദൈവസന്നിധിയിൽ നിന്ന് ഈ ലോകത്തെ വിധിപ്പാൻ, നീതിയോടെ വിധിപ്പാൻ ദൈവം വരുന്നു എന്നാണ്, യഹോവ വരുന്നു എന്നാണ് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 96-ാം സങ്കീർത്തനം വളരെ പ്രത്യേകതയുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അർത്ഥം 3 വാക്യത്തിൽ പറയാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ ഇങ്ങനെ പറയും. 1, ആരാധിക്കാനുള്ള ആഹ്വാനമായുള്ള സങ്കീർത്തനം. നമ്പർ 1, എ വർഷിപ്പിംഗ് സോങ്, ഒരു വർഷിപ്പിന്റെ സന്ദേശമുള്ള, ആരാധിക്കാനുള്ള ഉത്സാഹം കൊടുക്കുന്ന സങ്കീർത്തനം. രണ്ടാമത് ഞാൻ പറയും, ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു വിറ്റ്നസിങ്ങിനുള്ള സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയാനുള്ള സങ്കീർത്തനം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനും, ദൈവപുത്രനെ കുറിച്ച് സാക്ഷ്യം പറയാനും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സാക്ഷ്യം പറയാനും, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സ്പർശിച്ചതിനെക്കുറിച്ച് സാക്ഷ്യം പറയാനും ഉള്ള ഒരു സങ്കീർത്തനം. ഹല്ലേലൂയ. നമുക്കറിയാം, സുവിശേഷം എന്ന് പറയുന്നത് നല്ല വർത്തമാനം. അത് ലോകത്തിന്റെ ഏത് ഭാഗത്തും, നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും നല്ലത് തന്നെ. അതുകൊണ്ട് ഈ നല്ലതായിരിക്കുന്ന വർത്തമാനം, വാർത്ത, സാക്ഷ്യം, അത് പറയുവാനുള്ള ഒരു ആഹ്വാനം ഈ സങ്കീർത്തനത്തിലുണ്ട്. മൂന്നാമത്, ഈ സങ്കീർത്തനത്തിൽ പറയുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് കർത്താവിൻ്റെ വരവിന് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനമായതുകൊണ്ട് ആരാധിപ്പാനും അതുപോലെ തന്നെ സാക്ഷ്യം പറയാനും മാത്രമല്ല, സുവിശേഷം അറിയിക്കാനും മാത്രമല്ല, കർത്താവിന് വേണ്ടി കാത്തിരിക്കാനുള്ള ആഹ്വാനമുള്ള ഒരു സങ്കീർത്തനമാണ്. എന്ന് പറഞ്ഞാൽ, അതെ, ദൈവസന്നിധിയിൽ നിന്ന് ദൈവപുത്രനായ യേശുക്രിസ്തു വിധിപ്പാൻ വരും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം കാത്തിരിക്കണം. 3 W തുടങ്ങുന്ന 3 വാക്കുകൾ പറയുകയാണെങ്കിൽ, ദിസ് സാം ഇസ് എ സ്പെഷ്യൽ സാം വിത്ത് വർഷിപ്പിംഗ്, വിറ്റ്നസിംഗ് ആൻഡ് വെയിറ്റിംഗ്. ആമേൻ. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. മതി.
ഇവിടെ പറയുകയാണ് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ. എന്താണ് ഈ പുതിയ പാട്ടിന്റെ പ്രത്യേകത? ഇന്നലെ വരെ കേൾക്കാത്ത പാട്ടാണ് ഒരു പുതിയ പാട്ട്, ശരിയല്ലേ? ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ വരെ കേൾക്കാത്ത വാർത്തയാണ്. അങ്ങനെ യഹോവയ്ക്ക് വേണ്ടി പുതിയ പാട്ട് പാടുവിനെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ പോയ വഴികളിലൂടെയല്ല, അതിനപ്പുറം ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതുവഴിയിലൂടെ സഞ്ചരിക്കാൻ ദൈവം ഇടയാക്കണം. കഴിഞ്ഞ ആണ്ടിൽ 2023 പോയതുപോലെയല്ല, 2024 പുതിയതായിട്ട് പുതിയ ഒരു സന്തോഷത്തോടെ, പുതിയൊരു ആഹ്വാനത്തോടെ, പുതിയൊരു ശക്തിയോടെ, പുതിയൊരു ബലത്തോടെ, പുതിയൊരു ഹൃദയത്തോടെ നാം 2024 നാം പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവിതം തന്നെ ഒരു പാട്ടായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. ഇത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ആഹ്വാനമല്ല, ഈ ഭൂലോകവാസികൾക്ക് മുഴുവൻ, ഓൾ ഇൻ എർത്ത്, എല്ലാ ഭൂമിയിലുള്ള ജനത്തിനു വേണ്ടിയുള്ള ആഹ്വാനമാണ്. അതായത് കർത്താവിന് വേണ്ടി പാട്ട് പാടുവിൻ. പലപ്പോഴും പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു പാട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. സാധു കൊച്ചു കുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന ഉപദേശി ഒരു പാട്ട് പാടി. ദുഃഖത്തിന്റെ സാഹചര്യത്തിൽ ആ പാട്ട് പാടിയെങ്കിലും ആ ദുഃഖത്തിന്റെ സാഹചര്യത്തിലുണ്ടായ ആ പാട്ട് പോലും ഒരു പുതിയ പാട്ട് എന്നറിയപ്പെട്ടു. ഏത് പാട്ടെന്നറിയാമോ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ സന്തോഷത്തോടു വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദുഃഖത്തിന്റെ കയത്തിൽ കിടക്കുന്ന ഒരു പിതാവ് ആ പാട്ട് പാടുന്നത് ഒരു പുതിയ പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലരൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിമർശിക്കുന്നവരുണ്ട്. ദുഃഖത്തിന്റെ സമയത്തല്ല, ദുഃഖം വന്നിട്ട് വേണ്ട ദുഃഖത്തിന്റെ പാട്ട്, ദുഃഖമൊന്നും കർത്താവ് തരില്ല എന്ന് പറയുന്നുണ്ട്. കർത്താവിനെ എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലും സന്തോഷിക്കാനാണ് പറയുന്നത്. ദുഃഖത്തിന്റെ സാഹചര്യത്തിലും ദൈവത്തിന്റെ മക്കൾക്ക് സന്തോഷിക്കാൻ കഴിയും. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവയ്ക്ക് പാട്ടുപാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ആ രണ്ടാമത്തെ വാക്യത്തിൽ ആ സന്ദേശം കിടക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? രണ്ടാമത്തെ വാക്യം യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധീകരിക്കും. അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത്, പീറ്റർ ബ്രദറെ, ആഴ്ചയിൽ എത്ര ദിവസം സുവിശേഷം നടത്താൻ നമ്മൾ തീരുമാനിച്ചേ? 2 ദിവസം. ഇപ്പൊ കുറച്ച് നാളത്തേക്ക് 1 ദിവസം നോക്കാം, പിന്നെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് കൂട്ടാനും പറ്റും. കാരണം 28 ദിവസം നമ്മളെ കൊണ്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ ഓടിച്ചതാണ്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നത് ആഴ്ചയിൽ വ്യാഴാഴ്ചയോ ചൊവ്വാഴ്ചയോ എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്തെന്നാ പറയുന്നത്? അടുത്തത് എന്ന് പറയുന്നത് ദിവസം തോറും. ഇങ്ങനെയോടെ പറയുന്നത് proclaim good tidings of his salvation from day to day. ഇവിടെ സുവിശേഷകരോട്, സുവിശേഷം അറിയിക്കുന്നവരോട് ഒരു ആഹ്വാനമുണ്ട്. നമ്മൾ പ്രസിദ്ധമാക്കേണ്ടത് എന്താ? രക്ഷയാണ്. എന്തിനെ കുറിച്ചാ? അതായത് കർത്താവ് ഒരുക്കിയ സാൽവേഷനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഈ ലോകം ഒരു ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകുന്നു. ശിക്ഷയിൽ വരാതിരിപ്പാൻ ഒരു രക്ഷയുണ്ട്. ഇതാ വിളിച്ചു പറയേണ്ടത്. അതെന്നൊക്കെ വിളിച്ചു പറയണം? നാൾ തോറും, ഓൺ എ ഡെയിലി ബേസിസ്. കടയിൽ പോകുമ്പോൾ ഒരു ചാൻസ് കിട്ടുന്നുണ്ടോ? ബസ്സിൽ പോരുമ്പോൾ ഒരു ചാൻസ് കിട്ടുന്നുണ്ടോ? നാം ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഒരു ചാൻസ് കിട്ടുന്നുണ്ടോ? നാം അത് പറഞ്ഞേ മതിയാകൂ. നാൾ തോറും രക്ഷയെ പ്രസിദ്ധമാക്കണം. ഇനി 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വത്തെ, സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളെ വിവരിപ്പിക്കും. അവിടെ പറയുകയാണ് ജാതികളുടെ ഇടയിൽ. എന്നാൽ ദൈവമക്കളല്ലാത്തവരുടെ ഇടയിൽ എന്ത് ചെയ്യണം? അപ്പോ ഇവിടെ മഹത്വമുള്ളവനെ കുറിച്ച് വിവരിക്കുകയും ചെയ്യണം, അവൻ അത്ഭുതങ്ങളെ വിവരിക്കുകയും വർണ്ണിക്കുകയൊക്കെ ചെയ്യണമെന്നവരാണ്. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഈ മഹത്വം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. നമ്മൾ എങ്ങനെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുക? ആരാധിച്ചുകൊണ്ടാണ്, ആണോ? നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് അവദാനങ്ങൾ പാടിക്കൊണ്ട്, ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ വർണ്ണിച്ചുകൊണ്ട്, ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന അസാധ്യ കാര്യങ്ങളെക്കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം.
അതാണ് ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്നാണ് പിതാവിന്റെ ഇഷ്ടമെന്ന് സമറിയക്കാരി സ്ത്രീയോട് ആര് പറഞ്ഞു? യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെയുള്ളവരെയാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ ആരാധനയാണ് സ്വർഗത്തിലേക്ക് എത്തുക. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ഇത് നിങ്ങൾ മറക്കരുത്. ഒത്തിരി ഉരുവിട്ടുകൊണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒത്തിരി ഒച്ചയിട്ടുകൊണ്ടൊന്നും ആ ഒച്ചയൊന്നും എവിടേക്കെത്തില്ല, സ്വർഗത്തിലേക്ക് എത്തില്ല. സ്വർഗത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയുമില്ല. എന്നാൽ സ്വർഗത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആരാധന ഉയരേണ്ടത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെയാണ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആത്മാവിനാലും ജലത്താലും, ഹല്ലേലൂയ, വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച വ്യക്തിയുടെ ആരാധനയാണ് സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നത്, സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യത്തിൽ ഒരു സത്യം സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക. ഒന്ന് വായിക്കാമോ? ജാതികളുടെ ദേവന്മാരൊക്കെയും മൂർത്തകളത്രേ, യഹോവയോ ആകാശത്തിൽ ഉണ്ടായിരിക്കുന്നു. അടുത്ത വാക്യം കൂടി. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അടുത്ത വാക്യം. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തെ തക്ക മഹത്വം കൊടുപ്പിൻ. കാഴ്ചയുമായി അവന്റെ പ്രകാരങ്ങളിൽ ചെല്ലും. മതി. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഏറ്റവും സ്തുത്യനാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ഈ ലോകത്ത് അനേക ദേവീ ദേവന്മാരും ദൈവസങ്കല്പങ്ങളും ഒക്കെയുണ്ട്, ശരിയല്ല? എന്നാൽ അവരെ അല്ല ഭയപ്പെടാൻ യോഗ്യൻ. ഭയപ്പെടാൻ യോഗ്യൻ ആരാണ്? ആൾക്കാരെ കൊല്ലാനുള്ള ശക്തിയുള്ളവർക്കാണോ? അല്ല. അതായത് മനുഷ്യർക്ക് മനുഷ്യരെ കൊല്ലുവാൻ കഴിയും. ഇപ്പൊ ഞാൻ പല വീഡിയോകളും കാണുന്നുണ്ട്. 28,000-ത്തിലധികം പേര് ഫലസ്തീനിൽ മരിച്ചു. ഫലസ്തീനിലെ ആ മരിച്ചവരിൽ 10,000-ത്തോളം പേർ കുട്ടികളാണ് എന്നുള്ളൊരു സത്യം പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയും. ആ ഗാസ നിന്നുള്ള ഹമാസ് തീവ്രവാദികൾ കടന്നുപോയിട്ട് 1,400-ഓളം പേരെയാണ് നിഷ്കരണം പിടിച്ചുകൊണ്ടുപോയതും വധിച്ചതും ഒക്കെ. അതിൽ തുടങ്ങിയതാണ് ഈ ഇപ്പോൾ കാണുന്ന യുദ്ധം. മനുഷ്യന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയും, പക്ഷേ മനുഷ്യനെ കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടേണ്ട എന്ന യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ആത്മാവിനെയും കൊല്ലുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. അതാർക്കാണ്? ദൈവത്തിന് മാത്രമേ കഴിയൂ. എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനോട് പറഞ്ഞു, നീ അനുസരണക്കേട് കാണിച്ചാൽ നീ എന്തു സംഭവിക്കും? നീ മരിക്കും. ശാരീരികമായി മരിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നിത്യമരണവും ആത്മീയ മരണവും അവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള സത്യം. കേട്ടോ, 3 മരണങ്ങളുണ്ട്. ഞാൻ മരണശേഷം എന്ന പുസ്തകം എഴുതിയപ്പോൾ അതിനെക്കുറിച്ച് എഴുതുവാനിടയായി. ഒന്ന്, ആത്മീയ മരണം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന മരണമാണ് ആത്മീയ മരണം. ഈ ആത്മീയ മരണം സംഭവിച്ച ഒരു വ്യക്തി ശാരീരിക മരണത്തിന് ശേഷം പോകുന്ന സ്ഥലമാണ് നിത്യമരണം എന്ന് പറയുന്ന നിത്യനരകം. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആത്മീയ മരണം സംഭവിച്ചാലും ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. മരണത്തിൽ നിന്ന്, ആത്മീയ മരണത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പാപികളുടെ ശിക്ഷയായ മരണമേറ്റെടുത്ത് പാപമില്ലാത്ത രക്തം ചിന്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാകൊണ്ട് ആ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം, ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന വചനം ജഡമായി ഭൂമിയിൽ വന്ന ഈ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് രക്ഷകനും നാഥനുമായി കർത്താവ് ഏറ്റുപറയുന്നുവെങ്കിൽ അവന് ലഭിക്കുന്നതാണ് രക്ഷ, അവന് ലഭിക്കുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മാർപ്പാപ്പയെക്കുറിച്ച് പലവിധ കാര്യങ്ങൾ പലരും പറയാനിടയായി.
ഞാനത് പരസ്യമായി ഒന്നും തന്നെ പറയാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം അത് പലരും പറഞ്ഞ അഭിപ്രായങ്ങളാണ്. ചിലർ പറഞ്ഞു മാർപ്പാപ്പയ്ക്ക് സത്യത്തിൽ ദൈവവിശ്വാസം തന്നെ ഇല്ല എന്ന്. അങ്ങനെ പറഞ്ഞവരുണ്ട്. പരിണാമ സിദ്ധാന്തത്തെ അനുകൂലിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് രഹസ്യമായി അറിയുന്ന പലരും പറഞ്ഞപ്പോഴും ഞാനതൊന്നും കണക്കിലെടുത്തില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ലോകത്തോട് മുഴുവൻ മാർപ്പാപ്പ ഒരു ആഹ്വാനം ചെയ്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, സ്വവർഗ വിവാഹം നടത്തുന്നവരെ ആശീർവദിക്കുവാൻ സഭ ഒരുക്കമാണെന്ന്. കേട്ടോ, അതായത് റോമാലേഖനം 1-ാം അധ്യായം പറയുന്നു, ആണിനോട് അവലക്ഷണമായും പെണ്ണ് പെണ്ണിനോട് അവലക്ഷണവുമായും മ്ലേച്ഛതയുടെ അത് വരാൻ കാരണം വിഗ്രഹാരാധന നിമിത്തമാണ്. കൊടുക്കേണ്ട ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം ഇഴജാതികൾക്കും വിഗ്രഹങ്ങൾക്കും മനുഷ്യനും മറ്റുള്ളതിനും ആരാധന കൊടുക്കുമ്പോൾ മനുഷ്യനെ അവന്റെ അധമ ചിന്തകളിലേക്കും അധമ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് വഴി നടത്തുമെന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പച്ചയായ വ്യാഖ്യാനം വന്നിരിക്കുക എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന കത്തോലിക്ക സഭ, ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണെന്ന് അഭിമാനിച്ച സഭ, ആ സഭ ഈ അന്ത്യകാലത്ത് പിശാചിൻ്റെതായിരിക്കുന്ന ഉപദേശത്തെ പച്ചയായി പറയുവാൻ അതിൻ്റെ പരമാധ്യക്ഷന് കഴിഞ്ഞുവെങ്കിൽ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിട്ടാണ്. നമുക്കറിയാം, നാം ഒരു അരി മേടിക്കാൻ ചെന്നാൽ അരിയുടെ വില്ല് കയ്യിൽ, അരിയുടെ ഉള്ളിൽ നല്ല വലിപ്പമുള്ള കരിങ്കല്ലിൻ്റെ കഷ്ണം ഇട്ടുകൊണ്ട് ഏതെങ്കിലും മായം കലർത്തി ആരെങ്കിലും തരോ? പിന്നെ അവിടെ നിന്ന് അങ്ങനെ അരി ആരെങ്കിലും വാങ്ങിക്കില്ല. അതിനവർ ചെയ്യുന്ന എന്താ? ചിലർ മണൽ തന്നെ എവിടെ നിന്ന് അരിച്ചെടുക്കും. അരിക്കല്ല, ചെറിയ മണൽ, കുഞ്ഞു മണലിൻ്റെ കഷ്ണം പറിക്കുന്ന ചില കുട്ടികളുടെ ജോലി. ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കുറേശ്ശെ എന്ത് ചെയ്യും? അത് മാറിയിട്ടാണ് ഇപ്പം കല്ലില്ലാത്ത അരിയൊക്കെ വരാൻ തുടങ്ങിയത്. ആൾക്കാർ കടിച്ച് പല്ലൊക്കെ പോയി തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഇപ്പം എന്ത് ചെയ്യുക? സോട്ടക്സ് റൈസാണ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പലരും പല്ല് പോയതുകൊണ്ടും പിന്നെ ആ കടയിൽ നിന്ന് അരി മേടിക്കാതിരുന്നതുകൊണ്ടും. ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്ര ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യം ഇത്ര പച്ചയ്ക്ക് പറയുമ്പോൾ സുബോധമുള്ള ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം എന്നറിയാമോ? കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, എന്തു പറഞ്ഞു? ദേവാലയത്തിനും വിഗ്രഹത്തിനും തമ്മിൽ എന്ത് യോഗ്യത, ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് യോഗ്യത, അതുപോലെ ഓരോ ധർമ്മത്തിനും അധർമ്മത്തിനും തമ്മിൽ എന്ത് യോഗ്യത. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പൂരിപ്പിക്കാമോ? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അപ്പോഴാണ് നിങ്ങളെ സർവശക്തനായ ദൈവം നിങ്ങളുടെ മക്കളായി സ്വീകരിക്കുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധനായ പൗലോസ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്കിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്തു. ഞാൻ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്: സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെട്ടിരിക്കുന്ന മാർപ്പാപ്പ സ്വർഗത്തിൽ പോകുമോ? എങ്ങനെയുണ്ട്? നല്ല ചോദ്യമാണ്. സ്വർഗത്തിൽ പോകുന്നില്ല, മരിച്ചാൽ എവിടെ പോകുന്ന ഞാൻ ചോദിച്ചത്. സ്വർഗത്തിൽ പോകുന്നല്ല ചോദിച്ചത്, മരിച്ചാൽ എവിടെ പോകും? അനേകരുടെ മുമ്പിൽ ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുക കേട്ടോ. മരിച്ചാൽ എവിടെ പോകും? അതിന് താഴെ ആദ്യം തന്നെ ഇനി എനിക്ക് വല്ല തെറിവിളി കേൾക്കോ, ഭയങ്കര ഭക്തന്മാർ എന്തെങ്കിലും പറയോ, ഭക്തന്മാരുടെ തനിസ്വരൂപം കമന്റുകളായിട്ട് വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ ആദ്യത്തെ കമന്റ് ഞാൻ എഴുതി, തീർച്ചയായും സ്വർഗത്തിൽ പോകും. എന്താ കൊടുത്തത്? തീർച്ചയായും. അപ്പൊ ആ കമന്റ് വായിക്കുന്ന ആൾക്കാർ കത്തോലിക്കനാണെങ്കിലും ഓ സമാധാനം, ഇയാള് ഞങ്ങളുടെ മാർപ്പാപ്പന് കുറ്റം പറയാനല്ലല്ലോ എഴുതിയിരിക്കും തോന്നും. എന്നാൽ അതിന്റെ താഴെ തീർച്ചയായും സ്വർഗത്തിൽ പോകും മാനസാന്തരപ്പെടുന്നുവെങ്കിൽ. അല്ലെങ്കിൽ എവിടെ പോകും? അല്ലെങ്കിൽ എവിടെ പോകും? പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിന്റെ താഴെ ഞാൻ പറഞ്ഞു, തെളിവ് സഹിത കമന്റ് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് കമന്റ് ഇടുകയും ചെയ്തു. നിന്റെ പാപം എത്ര കടും ചുവപ്പായി, അല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി
ശുദ്ധീകരിക്കുന്നു. ബാക്കി അതിലൊരു റെഫറൻസും വെച്ചു. 23 വാക്യങ്ങൾ, ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങൾ, അത് ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പോയി കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ഇവിടെ പറയുന്നു 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ മക്കളോടും പറയുന്നൊരു ആഹ്വാനമുണ്ട്. ഒന്ന് വായിച്ചേ. 9-ാമത്തെ വാക്യം, 96 സങ്കീർത്തനം 9-ാമത്തെ വാക്യം. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുൻപിൽ നടന്നില്ല. ആദ്യം പാട്ടുപാടാൻ പറഞ്ഞു, ആരാധിക്കാൻ പറഞ്ഞു, വിവരിക്കാൻ പറഞ്ഞു, മഹത്വം വർണ്ണിക്കാൻ പറഞ്ഞു, ഒക്കെ ശരി തന്നെ. എന്നാൽ അതേ ദൈവം തന്നെ പറയുന്നതായ കാര്യമാണ്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തു വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ വസ്ത്രാലങ്കാരം. വിശുദ്ധ വസ്ത്രാലങ്കാരം. സ്ത്രീകളോട് എങ്ങനെ അലങ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ സ്വർണവും വെള്ളിയും രത്നങ്ങളും ഭയങ്കരമായിട്ട് മുടി ചെയ്തൊന്നും അല്ല നിങ്ങളുടെ പ്രത്യേകമായ അലങ്കാരം. നിങ്ങൾ മുടി ചെയ്യാതെ അന്തിയെ പോലെ പറയുന്നൊന്നുമല്ല ബൈബിൾ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ചെയ്യിക്കോ. ഇനി അത് ആ മുടി പറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് കെട്ടണമെങ്കിൽ കെട്ടിക്കോ, അല്ലെങ്കിൽ ഒരു സ്ലൈഡ് വെക്കണമെങ്കിൽ സ്ലൈഡ് വെച്ചോ, അതൊക്കെ ചെയ്തോ നിങ്ങൾ. പക്ഷെ അതൊന്നുമല്ല നിങ്ങളുടെ അലങ്കാരം. അതൊന്നുമല്ല ദൈവം കാണുന്ന അലങ്കാരം. അതെന്താ? നിങ്ങളുടെ വിശുദ്ധ, നിങ്ങളുടെ സൗമ്യത, നിങ്ങളുടെ വിനയം, നിങ്ങളുടെ സുബോധം, നിങ്ങളുടെ ആ സ്നേഹം, നിങ്ങളുടേതായ ആ അലങ്കാരം അക്ഷയഭൂഷണമായി വിളങ്ങുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതാണ് നിലനിൽക്കുന്നതായ അലങ്കാരം. അതാണ് നിലനിൽക്കുന്നതായ അലങ്കാരം. അപ്പോൾ ഇവിടെ പറയുന്ന അലങ്കാരം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ വസ്ത്രാലങ്കാരം. അവിടെ ഒരു വസ്ത്രം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഒരു കല്യാണത്തെക്കുറിച്ച് ഉപമ പറഞ്ഞപ്പോൾ, കല്യാണത്തിന് വരുന്നവരൊക്കെ എന്ത് വാങ്ങിക്കണമായിരുന്നു? കല്യാണ വീടിൻ്റെ പുറത്ത് സൗജന്യമായി കൊടുക്കുന്ന കല്യാണ വസ്ത്രം ധരിച്ചിട്ടേ വരാവൂ. അതൊരു വസ്ത്രമാണ്. അതില്ലാത്തവരെ കണ്ടാൽ, ഇത്ര ഒരു വസ്ത്രം ധരിച്ചതിൽ ഇത്ര വലിയ കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വസ്ത്രം ധരിക്കാത്തവനെ എവിടേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് പറയണേ. കയ്യും കാലും കൂട്ടിക്കെട്ടി ഇരുട്ടിൻ്റെ അങ്ങേറ്റത്തേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അത് നമ്മളിവിടെ സാധാരണ ദിവസം തോറും അഴുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോകുന്നൊരു വസ്ത്രത്തെക്കുറിച്ചല്ല യേശു പറഞ്ഞതെന്ന് സാരമാണ്. എന്താണ് വിശുദ്ധ വസ്ത്രാലങ്കാരം? വിശുദ്ധ വസ്ത്രാലങ്കാരം എന്ന് പറയുന്നത്, നാം പാപികളായിരിക്കെ, നാം ദോഷികളായിരിക്കെ, നാം പിശാചിന്റെ പിടിയിലായിരിക്കെ, നമ്മുടെ പാപം ദൈവം ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരുന്നതും ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്തതുമായ ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയതായിരിക്കുന്ന നമ്മുടെ പാപ സ്വഭാവം, അതിനെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പനയായി സ്നാനം സ്വീകരിച്ച് നാം കർത്താവിനെ ധരിക്കുകയാണ്. അതാണ് നമുക്ക് ധരിക്കാനുള്ള വിശുദ്ധ വസ്ത്രാലങ്കാരം. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ വരട്ടെ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ മാത്രമല്ല, ഈ കർത്താവിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നടുങ്ങുവീൻ. കർത്താവിന്റെ മുമ്പിൽ നടുങ്ങുവീൻ. ഇന്ന് പല പ്രവാചകന്മാരായി നടക്കുന്നവരും അപ്പസ്തോലന്മാരായി നടക്കുന്ന പല കള്ളപ്രവാചകന്മാരും കള്ളപ്പസ്തോലന്മാരും ചില കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അത് എഴുന്ന് കേട്ടാൽ നമുക്ക് അതിശയം തോന്നും. അതിലൊരു കാര്യം എഴുതിയിരിക്കുക, നന്നായി ദൈവവചനം അറിയാത്തവരാണ് ദൈവം അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നതെന്ന്. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ, മാനസാന്തരപ്പെടാഞ്ഞാൽ എന്ത് സംഭവിക്കും? നശിച്ചു പോകുമെന്ന കർത്താവ് പറഞ്ഞത് അല്ലേ? സുവിശേഷം അറിയിക്കരുത്, കർത്താവിന് വേല ചെയ്യരുതെന്ന് പറഞ്ഞവരോട് കർത്താവ് എന്താ പറഞ്ഞത്? ആ കുറുക്കനോട് പോയി പറയാൻ പറഞ്ഞു. പകലുള്ളിടത്തോളം ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യുന്ന കർത്താവ്. സ്തോത്രം. പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് കുറുക്കനെന്നും വിളിച്ചിട്ടുണ്ട്. കർത്താവ് സ്നാപയോന്നാൻ എന്നു വിളിച്ചു? സർപ്പസന്തതികളെന്ന് വിളിച്ചു. കുറച്ചും കൂടി അലങ്കാരിക ഭാഷയ്ക്ക് ഉപയോഗിച്ച് വിളിച്ചത്. കർത്താവ് എന്നാ വിളിച്ചത്? കർത്താവ് അപ്പന് വിളിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് അമ്മയ്ക്കും അപ്പനും വിളിക്കുമ്പോ ആ തല്ലു വരാം. ആ റീലി അമ്മയ്ക്ക് വിളിച്ചു, നീ അമ്മയ്ക്ക് വിളിച്ചോളൂ, അതാണ് കൂടെ കത്തിയൊക്കെ എടുക്കുന്നത്.
അപ്പനെ വിളിച്ചു. നമ്മുടെ കർത്താവ് ചിലരുടെ അപ്പനെ വിളിച്ചിട്ടുണ്ടോ? ഒരു സംശയമല്ല. ഇനി അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ പാസ്റ്റർ പറയുമ്പോൾ അങ്ങനെ പറയും. കർത്താവ് അവിടെയുള്ള പുരോഹിത വർഗത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ പിശാചെന്ന അപ്പന്റെ മക്കൾ പറഞ്ഞോ. അവരാരാ? ദൈവത്തെ സേവിക്കുന്നവരല്ലേ, യഹോവയെ സേവിക്കുന്നവരല്ലേ. യഹോവയെ സേവിക്കുന്ന അവരോട് പറഞ്ഞു, നിങ്ങളുടെ അപ്പനാ പിശാചിന്റെ മക്കളെന്ന് പറഞ്ഞു. ശരിയാണോ? ഹല്ലേലൂയ. കർത്താവ് കുറച്ചുകൂടി കടത്തിയാ പറഞ്ഞത്, സ്നാപകനേക്കാൾ ശക്തിയിലാ പറഞ്ഞത്. പക്ഷേ വേർപാട് എന്ന് പറഞ്ഞിട്ട് മരുഭൂമിയിൽ പോയി അല്ല ജീവിച്ചത്. അവിശുദ്ധരുടെ ഇടയിലൂടെ, പാപികളുടെ മധ്യത്തിലൂടെ കടന്നുപോയി, പാപികളെ സ്നേഹിച്ച്, പാപത്തെ വെറുത്ത് ഒരു സ്നേഹത്തിന്റെ പുതിയ അധ്യായം സ്ഥാപിച്ചു. യേശു പറഞ്ഞു, ഞാൻ പാപികളെ വിധിപ്പാനല്ല വന്നത്, പിന്നെ എന്തിനാ വന്നത്? ഞാൻ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഈ രക്ഷ എന്ന് വരെയുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. 2024 പ്രസക്തമാണ്. ഈ രക്ഷ എവിടെ വരെയുണ്ട് പറയാൻ പറ്റുമോ? കർത്താവ് യേശു ഒന്നാമത് ഭൂമിയിലേക്ക് വന്നത് മാനവലോകത്തെ വിധിപ്പാനല്ല, രക്ഷിപ്പാനത്രേ. തന്റെ രക്തത്തിൽ ഒരു പുതിയ നിയമം സ്ഥാപിക്കാനത്രേ. എന്നാൽ താൻ രണ്ടാമത് വരുന്നത് വിശുദ്ധരെ ചേർക്കുവാനാണ്. രണ്ടാമത് വരുന്നത് രക്ഷിക്കാനല്ല, രണ്ടാമത് വരുന്നത് വിശുദ്ധരെ ചേർക്കുവാൻ, രക്ഷിച്ചവരെ വീണ്ടെടുക്കുവാൻ, അവരുടെ രക്ഷാകര പ്രവൃത്തി പൂർത്തീകരിക്കുകയും. എന്നാൽ താൻ വരുന്നത് ഒരു വിധിയാളനായിട്ടാണ്, ഒരു ജഡ്ജായിട്ടാണ്. ആദ്യം വന്നത് കുറച്ചു പേർ അറിഞ്ഞു. ആദ്യം വന്ന് കിടത്തിയ സ്ഥലം ആ ഒരു പുൽത്തൊഴുത്തായിരുന്നു എങ്കിൽ, താൻ രണ്ടാമത് വരുന്നത് സകലവിധ പ്രൗഢിയോടും സകലവിധ ശക്തിയോടും സകലവിധ ബലത്തോടും കൂടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മരിച്ച വീട്ടിൽ ഞാൻ പോകാനിടയിൽ. അപ്പോൾ അവിടുത്തെ കത്തോലിക്ക അച്ഛൻ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടി വാനമേഖലകളിൽ വരുന്ന വാക്യം ഒപ്പീസിൽ ചൊല്ലുവാനായിട്ട് ശ്രദ്ധയോടുകൂടി കേട്ടു. ഞാൻ കേട്ടപ്പോൾ ഞാൻ അതിൽ ചില കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഞാൻ നിന്നു. ഞാൻ കേൾക്കുന്നുണ്ട്, ഈ ദുഃഖമുണ്ട്. അച്ഛൻ ആദ്യം തന്നെ കുറച്ച് റോസാ വെള്ളം, പനിനീർ വെള്ളം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് ഈ പനിനീർ വെള്ളത്തെ അങ്ങ് ആശീർവദിക്കണമേ, ഈ പനിനീർ വെള്ളം പാപത്തെ മോചിപ്പിക്കണമെന്ന്. ഇവര് എന്തൊരു വിഡ്ഢിത്തര ഈ പറയുന്നത്. അത് കഴിഞ്ഞാൽ അച്ഛൻ കുന്തിരിക്കത്തിനല്ല, മറ്റേ സാധനം എന്തെന്നാ ചന്ദനത്തിരിയിലെ ആശീർവദിക്കുന്നു. അങ്ങനെ പറഞ്ഞു അച്ഛൻ. ഞാൻ കേട്ടതാ, ദേവഗിരി നടന്ന സംഭവത്തിലേക്ക് കേട്ടതാ. ഈ ചന്ദനത്തിരികളെ ആശീർവദിക്കണമേ. അപ്പം ഇത് പുക പോകുമ്പോഴാണ് ഈ ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്യുന്നത്? നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകുന്നത് ഈ പുകയിലാണോ? അങ്ങനെയാണെങ്കിൽ എന്തോരം പുക ഇവിടെ ഈ അമ്പലങ്ങളിലും ഇവിടെയൊക്കെ ഉയരുന്നുണ്ട്. പല വിധത്തിലുള്ള കർപ്പൂരം മുതൽ എല്ലാ സാധനവും കത്തിച്ച് പുകകളെ കൊണ്ട് ഒരു ഇതാണ്. എന്തിനാ പറയണേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചായ്പുംകുഴിയിൽ പോയി തിരിച്ചുപോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ വഴി തടഞ്ഞു. ഇല്ലേ ജോയ്സർ? എന്താ കാരണം? എസ്തറിനാകെ വീർപ്പുമുട്ടലായി. കാരണം ഞങ്ങൾ AC ഇടാണ്ട് എന്ത് ചെയ്തു, ഇതൊക്കെ താത്തി വെച്ചിട്ടാണ് വന്നത്. എൻ്റെ ദൈവം പുക, ഒരു ഭയങ്കര പുക ഞങ്ങളുടെ ഇതിനുള്ളിലേക്ക് വന്നു. എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവിടെ അമ്പൂരിനാളം കണ്ടായിരുന്നു തോന്നണേ. വാഴിയൊക്കെ തടഞ്ഞ് സകലമായ ആൾക്കാർ പടക്കും, സകല സ്ഥലം പുണ്യാളനെയും കർത്താവിനെയും അങ്ങോട്ട് എന്ത് സന്തോഷിപ്പിക്കാൻ വേണ്ടി പരമാവധി പടക്കും ലാത്തിനെയും പൂത്തിനെയും അങ്ങോട്ട് ചെയ്തിട്ട് ഒരു പുകയുടെ ഉള്ളിൽ കൂടെ ഞങ്ങൾ വന്നത്. വേഗം ഉള്ള സമയം കൊണ്ട് ഒരു 50 ആളെ ഞങ്ങളെ സഹായിക്കാൻ വണ്ടി ഇങ്ങോട്ട് തിരിക്കി. ഇവിടേക്ക് ഇനി പോയ രക്ഷയില്ല നിങ്ങൾക്ക്. ഏതോ ഞങ്ങളുടെ അഭിമാന സ്ഥലത്തേക്ക് നിങ്ങൾ കാറ് കൊണ്ടുവരുന്നോ? തിരിക്കി. ഉടനെ തന്നെ ഞാനായിരുന്നു വണ്ടി ഓടിച്ച് എനിക്ക് തിരിക്കാൻ പറ്റില്ല കേട്ടോ. മാത്യു കുറച്ചുകൂടി നല്ല എക്സ്പെർട്ടാണ് ഈ. അപ്പോൾ ചിലര് ബാക്കിലേക്ക് തിരിക്കും, വരൂ, ഇങ്ങോട്ട് വരൂ, അങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ഒരു 50 ആള് ഞങ്ങളെ സഹായിച്ച് വണ്ടി ബാക്കിലേക്ക് എടുത്ത് തിരിച്ചു കൊണ്ടുപോകാനാണ്. ഓ, രക്ഷപ്പെട്ടു. ഇന്ന് ഇനി പെരുന്നാളുകളുടെ സീസണാ. സകല സ്ഥലത്തും ഈ വെടിയും പൊട്ടിച്ച് കർത്താവ് ഉറങ്ങിയിരിക്കുക. കർത്താവ് ഉറങ്ങാണോ ഇവിടെ സംശയം. ഡൈനിയും ഒക്കെ പൊട്ടിച്ചുകൊണ്ടാണ്. ഉണ്ട് പല സ്ഥലത്തും. ചിലർക്ക് ആ സമയത്ത് മഴ വരുമ്പോൾ ആകെ പ്രയാസമായി, എന്തോ ഒരു കെട്ടായി. അതെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് അറിയാമോ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഇത് പറഞ്ഞു വന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ, അപ്പോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ കാണുവാനായിട്ട്. അപ്പോ ആ പള്ളിയിൽ അച്ഛൻ വായിച്ചു പോയൊരു ഭാഗം ഞാൻ വളരെ ശ്രദ്ധിച്ചു.
നമുക്കതെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം എടുത്ത് അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുക്കാം. അതിൽ 6-ാം അധ്യായത്തിൻ്റെ അതിന് 24-ാമത്തെ വാക്യം മുതൽ താഴോട്ട് ശബ്ദം വളരെ കൃത്യതയോടെ ഉറക്കെ വായിക്കണം. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ. അല്ല, ഏത് വാക്യം വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ താഴോട്ടുള്ള വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. കണ്ടോ, ആർക്കാണ് നിത്യജീവൻ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വായിക്കൂ. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരും. വന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്, ശ്രദ്ധിക്കണമേ. വന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്തെന്നാ? കർത്താവോട് പറഞ്ഞു ആമേൻ ആമേൻ. ആമേൻ ആമേൻ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ അറിയാമോ? സത്യമായി, അതായത് വെറുതെ ഒരു സത്യമല്ല പറയണം, ആണി അടിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സത്യമായി പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പൊ ആർക്കാ ഈ ശബ്ദം കേൾക്കാൻ പറ്റുക? ഉയർപ്പിക്കുന്ന ശബ്ദം ആർക്കാ കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മരിച്ചവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നുണ്ടെന്ന്. അതാണ് കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ആ ശബ്ദം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും കേട്ടാലോ? നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ഉയർക്കാനുള്ളവരാണ്. സ്തോത്രം. ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ആ പുത്രൻ മാംസമായി ഭൂമിയിൽ അവതാരം ചെയ്തതാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ദൈവത്തെ യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കും, എന്നെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. സ്തോത്രം. പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യം. ഈ വാക്യം ആ പുരോഹിതൻ വായിച്ചപ്പോൾ, പള്ളിയിൽ അച്ഛൻ വായിച്ചപ്പോൾ ഞാൻ വളരെ എൻ്റെ ചെവി കാത് കൂർപ്പിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി. ഒന്ന് വായിക്കാമോ? അവൻ മനുഷ്യപുത്രനാകിയാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവൻ മനുഷ്യപുത്രനാകയാൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ആ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത്, ഫിലിപ്പിയ ലേഖനത്തിൽ എന്ന് പറയുന്നത് ദാസരൂപം എടുത്ത് കാൽവരിയുടെ ക്രൂശോളം അനുസരണമായി മാനവലോകത്തിന്റെ മാതൃകയായി വഴി സത്യ ജീവനുമായി ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന യേശു ക്രിസ്തുവാണ് ആര് വിധിക്കാൻ വരുന്നത്? ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം പറയാ, ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ശ്രദ്ധിക്കുക, പുനരുത്ഥാനം എന്ന് പറയുന്നത് അത് കർത്താവിനനുസരിച്ച് മാത്രമല്ല. രണ്ട് പുനരുത്ഥാനത്തിന്റെ ക്രമത്തെക്കുറിച്ച് വിശുദ്ധനായ പൗലോസ് പറയുമ്പോൾ ആദ്യം പുനരുത്ഥാനം ചെയ്ത ആരാ? കർത്താവായ യേശു ക്രിസ്തു. ആ നിരയിൽ ഒന്ന്. രണ്ട്, ക്രിസ്തുവിൽ മരിച്ചവർ, പിന്നെ ക്രിസ്തുവിൽ ജീവനോടുകൂടി ഇരിക്കുന്നവർ, പിന്നെ ഈ ലോകത്തിലുള്ള സകലരും. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ടും മൂന്നും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്? എത്ര വ്യത്യാസമുണ്ട്? എത്ര സമയത്തിന്റെ വ്യത്യാസം തന്നെ ചോദിക്കും. ഞൊടിയിടയിൽ ഇവിടെ പറയുന്നു ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ, പിന്നെ ജീവനോടെ ഇരിക്കുന്നവർ ഞൊടിയിടയിൽ രൂപാന്തരപ്പെടും. അപ്പൊ ജീവനോടെ ഇരിക്കുന്നവർക്ക് ഞൊടിയിടയിലാണ് രൂപാന്തരപ്പെടുന്നത്. ക്രിസ്തുവിൽ മരിച്ചവര് അതിനു മുമ്പേ ഉയർത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട്
ഇവിടെ വിധികർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗം കൃത്യമായിട്ട് വായിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ടോ? അതുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അത് നാം നന്നായി വായിക്കണം. അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കർത്താവായ യേശുവിലൂടെയുള്ള ആ ജീവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് അതിന്റെ 10-ാം വാക്യം പറയുന്നു. 10-ാം വാക്യം എന്താ പറയുന്നത്? നടുങ്ങുവിനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് പറയുന്നൊരു ആഹ്വാനമുണ്ട്. യഹോവ വാഴുന്നു എന്ന് 96:10. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയുവിൻ. കണ്ടോ? ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കും, അവൻ ജാതികളെ നേരോടെ വിധിക്കും. ജാതികളെ എങ്ങനെ വിധിക്കും? നേരോടെ വിധിക്കും. 11-ാം വാക്യം. ആകാശം സന്തോഷിക്കും, ഭൂമി ആനന്ദിക്കും, സമുദ്രം അതിന്റെ നിറവും ചെയ്യട്ടെ, വയലും അതിലും ഉള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങൾ ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോട് ജാതികളുടെ വിശ്വസ്തയോടെ കൂടെ വിധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ പോകുകയാണ്. ഈ സങ്കീർത്തന ഭാഗം പുതിയ നിയമത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണോ എന്ന് ഞാൻ സംശയിക്കാൻ കാരണം, ദൈവത്തെ ആരാധിക്കുന്ന ജനം 2024 ദൈവത്തെ ശക്തിയോടെ ആരാധിക്കണം. അതിനൊത്തിരി കാരണങ്ങളുണ്ട്. ഒരു പാട്ടുകാരൻ തന്നെ ഇങ്ങനെ എഴുതി, ആരാധിപ്പാൻ നമുക്ക്. വളരെ മനോഹരമായ പാട്ട് അല്ലേ? ആ പാട്ടിന്റെ ആദ്യത്തെ വരിയെങ്കിലും പാടുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുറെ കാരണങ്ങൾ ഓർക്കാനിടയും. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. വളരെ അർത്ഥപൂർണമായ ആലോചനാമൃതമായ ഒരു പാട്ടാണ് ആ പാട്ട്. എഴുതിയ വ്യക്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതുകൊണ്ട് 2024 മഹത്വപൂർണനായ രാജാവിനെ, അത്ഭുതങ്ങൾ ചെയ്യുന്ന രാജാവിനെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന രാജാവിനെ, നമ്മെ വിളിച്ച് ഉണ്മയുള്ള രാജാവിനെ, അവന്റെ ശബ്ദത്തെ നമ്മൾ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ രാജാവിനെ, നമ്മുടെ ശിക്ഷാവിധിയെ എടുത്തു മാറ്റിയ രാജാവിനെ, ആ രക്ഷകനെ, ദൈവത്തിനെ നാം ആരാധിക്കേണ്ട വർഷമാണ്. എങ്ങനെ ആരാധിക്കണം? പഴയ പാട്ട് പാടി ആരാധിക്കണോ? പുതിയ പാട്ട് പാടി ആരാധിക്കണം. പുതിയ പാട്ട് പാടി ആരാധിക്കണം. ഇന്നലത്തെ കാര്യങ്ങളെ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെയല്ല. നമുക്ക് ഓർമ്മിപ്പിക്കാൻ സമയമില്ല, കാരണം പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം വന്നുകൊണ്ടേയിരിക്കുക. തിരക്കോടുകൂടെ പുതിയ പുതിയ കാര്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആദ്യമായി പരിസര സ്ഥലത്ത് പ്രസംഗിച്ചത് കരിമണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ കർത്താവിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. ഞാൻ അവിടെ വന്നപ്പോൾ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും വചനത്തിൽ നിന്ന് പ്രസംഗിക്കാമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ചില സാക്ഷ്യങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞെന്ന് അറിയാമോ? ഞാൻ ചില സാക്ഷ്യങ്ങൾ പറഞ്ഞു. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ചെയ്തൊക്കെ ഞാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ബ്രദർ സഭയിലെ ആൾക്കാരുണ്ടായിരുന്നു. അവർ എന്തിട്ട് ഇത് പ്രസംഗ, ഇത് മുഴുവൻ ഈ സാക്ഷ്യം ഭൗതിക നന്മ കിട്ടിയ സാക്ഷി, ഇതാണോ പ്രസംഗം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ മുഴുവൻ അങ്ങോട്ട് എന്തായിട്ടില്ല, ഒരു നല്ല പുള്ളി ആയിട്ടില്ല. കാര്യം കർത്താവിലേക്ക് വന്നു. കർത്താവ് എന്നെ സ്നേഹിച്ചങ്ങോട്ട് എന്നെ കൊണ്ട് എടുത്തു. ഞാൻ പിന്നെ കർത്താവ് എന്ത് ചെയ്തു പറഞ്ഞാലും അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും തോറ്റു കൊടുക്കാൻ തയ്യാറുള്ള ആളല്ലായിരുന്നു. അറിഞ്ഞില്ലെങ്കിൽ ഒരു വാക്കിലോട് തോൽപ്പിച്ച് കളയും. കാരണം ഡിബേറ്റിലൊക്കെ എനിക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഞാൻ ഉടനെ ഒരു തട്ടുത്തര പറഞ്ഞു. സാക്ഷ്യമുള്ളവരാ സാക്ഷ്യം പറയാമോ? സാക്ഷ്യമുള്ളവരാ സാക്ഷ്യം പറയാം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അമ്മച്ചി ഇവിടെയുണ്ട്. പണ്ടെങ്ങനെ വെച്ചാൽ ഞാൻ എവിടേക്കെങ്കിലും ജോലിക്ക് പോയിട്ട് രാത്രി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഇവിടെ വ്യസനം കൊണ്ട് വ്യസനമാണ്. കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ
എന്നെ വീട്ടിലേക്ക് ചേച്ചിയൊക്കെ വിളിച്ചു ചോദിക്കും, അമ്മച്ചി എന്ത് പറയുന്നു? ആ കുഴപ്പമില്ല. പൊളൂട്ടി വന്നു? ഇല്ല, അവൻ വന്നിട്ടില്ല. അശോ, അവനെന്ത് പറ്റിയാവോ? അവൻ ഇത്ര 11:30 12 മണിയായിരുന്നു വരാത്തെ. അപ്പൊ അമ്മച്ചി പറയും, അവൻ സാറിലായിട്ട് ദൈവം അവൻ നോക്കിക്കൊള്ളുന്നു പറയും. അമ്മച്ചിക്ക് അത്ര ധൈര്യം ബലവും ഒക്കെ കിട്ടി, ദൈവത്തിലുള്ള വിശ്വാസം വന്ന് കർത്താവിനെ സ്വീകരിച്ചപ്പോൾ. അങ്ങനെ ഞാൻ രാത്രി ഒരു 12-12:15 എത്തിയപ്പോൾ ബസ് കിട്ടാൻ വൈകിയത് എന്തോ ഒരു ബ്ലോക്കോ എന്തൊക്കെ സംഭവിച്ചു. എന്നാൽ ഞാനിവിടെ വന്നപ്പോൾ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ ഒരു സൂപ്പർ ഫാസ്റ്റ്, ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഞാൻ വന്നിറങ്ങുമ്പോൾ അന്ന് ഞാൻ ജോലി ചെയ്യുക, ഒരു പോളിമർ കൺസൾട്ടൻ്റ് ആയിട്ടും ഞങ്ങളൊരു ഷോപ്പിൽ സാധനങ്ങൾ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ വണ്ടി കോഴിക്കോട്ടേക്കുള്ളൊരു സൂപ്പർ ഫാസ്റ്റാണ്, കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന ഒരു സൂപ്പർ ഫാസ്റ്റും രണ്ടും ഒരേ സമയത്ത് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുവാനായിട്ടാണ്. ഉടനെ ഞാൻ ഈ 11 മണി കഴിഞ്ഞല്ലോ, എൻ്റെ ഒരു സ്കൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ട്, സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഉടനെ തന്നെ എന്നെ ഒരു വിളിയാണ്, സാറേ സാറേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ വേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ഒരു കസ്റ്റമറാണ്. അയാൾ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ ഉണ്ടാക്കി കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വലിയ ചാക്കി കെട്ടി കൊണ്ടുപോയി വിൽക്കുന്ന ഒരാളാണ്. 2200 രൂപ എനിക്ക് അദ്ദേഹം തരാനുണ്ട്. സാധാരണ കടം കൊടുത്ത് വാങ്ങിക്കുന്നവന് ഒന്നല്ലെങ്കിൽ കസ്റ്റമർ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അയാൾ ഇഷ്ടമുള്ള സമയത്തേ തരുള്ളൂ. അയാൾ ഉറക്കെ വിളിക്കുക, സാറേ സാറേ, അപ്പോൾ സാറേ നിൽക്ക്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, രാത്രി 12 മണിയായിട്ട്. അപ്പം നോക്കുമ്പോൾ ഈ ചങ്ങാതിയാണ്. സാറെന്ത് ഈ സമയത്ത്? ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ജോലിക്ക് പോയില്ല, ഞാൻ ഇന്നൊരു ദിവസം ലീവ് എടുത്ത് സുവിശേഷ പ്രവർത്തനത്തിന് പോയി, ഇങ്ങനെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള സ്ഥലത്തായിരുന്നു. ഞാൻ എന്താ വിളിച്ചതെന്നറിയാമോ? ഇനി എനിക്ക് ഒരു 5-8 ദിവസം വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ തരാനുള്ള 2200 രൂപ ഉണ്ടല്ലോ, അതേ കൈ പിടിച്ചോളാൻ പറഞ്ഞു. രാത്രി ഓഫീസ് ടൈം അല്ലാത്ത രാത്രി 12:15 തരാനുള്ള 2200 രൂപ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ വെച്ച് എനിക്ക് തന്നത് ദൈവം സാക്ഷി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താ പറഞ്ഞത്? ഭൗതികമായ കാര്യം പറഞ്ഞു, വലിയ അബദ്ധമായി പോയില്ലോ. എന്നാൽ ഇവർക്ക് പണത്തോടൊന്നും വലിയ ചിന്ത ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? എനിക്കന്ന് രാത്രി കർത്താവിൻ്റെ വേലയ്ക്ക് പോയ എനിക്ക്, ആ കർത്താവിൻ്റെ രാജ്യത്തിന് നീതിക്ക് വേണ്ടി ഞാൻ ലീവ് എടുത്ത് പോയ എനിക്ക് വേണ്ടി അന്ന് രാത്രി 12:15 എനിക്ക് തരാനുള്ള പൈസ എന്നെ വിളിച്ച് എന്നെ രാത്രി 12:15 മണിക്ക് തന്നെങ്കിൽ അതൊരു സാക്ഷ്യമല്ലേ? സാക്ഷ്യമാണോ? പ്രൈസ് ദി ലോർഡ്. അനവധി സാക്ഷ്യങ്ങൾ എനിക്കുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. കാരണം അവൻ മഹത്വമുള്ളവനായതുകൊണ്ട് മഹത്വമുള്ളവനെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. ഹല്ലേലൂയ. ഈ മുഖസ്തുതി പാടുന്നത് പോലെ ആ മുഖസ്തുതി ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല. രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്കോ നമ്മുടെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്കൊക്കെ ഇഷ്ടമായിരിക്കാം സ്തുതി പാടകർ പാടുന്ന പാട്ടുകൾ, അവരുടെ ഹൃദയം അകലെയാണെങ്കിലും. പക്ഷെ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് സ്തുതി പാടുക ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് ഇഷ്ടം ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ശബ്ദമാണ് ദൈവം വിലമതിക്കുക. പ്രൈസ് ദി ലോർഡ്. കേട്ടോ? അതുകൊണ്ട് സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവരുടെ ആരാധന ദൈവത്തിന് വേണ്ടുന്നു. കേട്ടോ? ഹല്ലേലൂയ. അപ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് ആരാധിക്കാൻ നമ്മളെ 2024 ദൈവം വിളിച്ചിരിക്കുന്നു. നമ്പർ 1, നാൾതോറും രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന രക്ഷിക്കുന്ന രക്ഷകനെ കുറിച്ച് വിവരിക്കണം. എവിടെയൊക്കെ വിവരിക്കണം? സകല ഭൂവാസികളുടെ മുമ്പിൽ, സകല ജാതികളുടെ മുമ്പിൽ നാം വിവരിക്കണം. നമ്മുടെ ദൈവം ആര്, നമ്മുടെ രക്ഷ എന്ത്, നിത്യജീവൻ എന്ത് എന്ന് പറയുവാൻ തക്കവണ്ണം നാൾതോറും രക്ഷയെ പ്രസിദ്ധമാക്കണം 2024. മൂന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കണമേ, കർത്താവ് വിധിക്കാൻ വരുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കണം? ഒരുങ്ങിയിരിക്കണം. എങ്ങനെ ഒരുങ്ങിയിരിക്കണം? വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഒരുങ്ങിയിരിക്കണം. നമ്മുടെ കഴിവല്ല, നമ്മൾ ബലഹീനരാ, പക്ഷേ നിരന്തരം മാനസാന്തരപ്പെടണം. ദൈവവചനത്തിന് വിരുദ്ധമായി കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്താൽ സ്വർഗത്തിന് 4 അയൽവക്കത്തേക്ക് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാർപ്പാപ്പയെ പോലും അവിടെ നിർത്താൻ ദൈവം ഒരുക്കമല്ലായിരിക്കും. ഹല്ലേലൂയ. ദൈവവചനത്തെ സ്നേഹിക്കുന്ന കരിസ്മാറ്റിക് ദൈവദാസന്മാരിലും ദൈവദാസിമാരിലും തങ്ങളുടെ ദൈവവിളി മനസ്സിലാക്കി ഇറങ്ങിപ്പുറപ്പെട്ട അച്ഛന്മാരിലും കന്യാസ്ത്രീമാരിലും വലിയ നടുക്കമുണ്ടാക്കിയിട്ടുണ്ട് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ. അവരിറങ്ങി വന്നെങ്കിൽ
കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയ്ക്ക് വരണ്ട, അവരൊരുമിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കട്ടെ. വിഗ്രഹങ്ങളെ തിരുസ്വരൂപങ്ങളെയും എതിർത്തുകൊണ്ട് അവർ യേശുക്രിസ്തുവിന്റെ രക്ഷയെ പ്രസിദ്ധമാക്കട്ടെ. യേശുവാണ് ആകാശത്തിലേക്ക് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമമെന്ന് വിശ്വസിക്കട്ടെ. ആ യേശുവാണ് ദൈവത്തിന് മനുഷ്യരുടെയുള്ള ഏകമധ്യസ്ഥെന്ന് വിശ്വസിക്കട്ടെ. അവർ ഇറങ്ങി വരട്ടെ. പൗലോസ് പറഞ്ഞ അതേ വാക്ക് ഞാൻ ഏറ്റെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വിശുദ്ധിയെ തികച്ച് നാം എന്ത് ചെയ്യണം? കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങണം. കാരണം അവൻ വിധികർത്താവായി വരുന്നു, ജഡ്ജായിട്ട് വരുന്നു. അതിന്റെ കാലം ആസന്നമായിരിക്കുന്നു, ആഗമിച്ചിരിക്കുന്നു. ലോക സംഭവങ്ങൾ അതിന്റെ തെളിവുകൾ കാണിക്കുന്നു. ഇനി മറച്ചു വെച്ച് പറയാൻ സമയമില്ല. എണ്ണത്തൂല് കൊണ്ട് തഴുകി ഉണർത്തേണ്ട സമയവും അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം കള്ളപ്പിശാച് പോലും ക്രിസ്ത്യാനികളുടെ വലിയ ആളെന്ന് പറഞ്ഞ മാർപ്പാപ്പയെ കുറിച്ച് പരസ്യമായി അവന്റെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞെങ്കിൽ നാം ഈ സത്യം നമ്മുടെ കർത്താവിന് വേണ്ടി നാൾത്തോറും രക്ഷയെ പ്രസിദ്ധമാക്കാൻ സത്യം എത്ര ഉച്ചസ്ഥരം ഭൂഷിക്കേണ്ടിയിരിക്കുന്നു. 2024 ഭീരുത്വത്തിന്റെ വർഷമല്ല, അത് ധൈര്യത്തിന്റെ വർഷമാകട്ടെ. 2024 ആരാധനയുടെ വർഷമാകട്ടെ. 2024 പ്രാർത്ഥനയുടെയും വിശുദ്ധീകരണത്തിന്റെയും വർഷമാകട്ടെ. 2024 സാക്ഷ്യം പറയുന്നതിനെയും സുവിശേഷം അറിയിക്കുന്നതിന്റെയും വർഷമായി മാറട്ടെ. അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പാട്ടിന്റെ വരികൾ ഇന്ന് പറഞ്ഞ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ പാടുവാനായിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം ആടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, ആടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതന, പകരം ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനായി, മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ, പകരം എന്തു നൽകും ഞാനിനി. ഒരു തീരുമാനം. ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ, പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുശേഷവുമാ, സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാ നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും, പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാൽ വാഴ്ത്തിയിടും സൃഷ്ടാവേ, പകരം വാഴ്ത്തിയിടും സൃഷ്ടാവേ, നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി, പകരം
നൽകും ഞാനിനി. അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ, പകരം എന്തു നൽകും ഞാനിനി. എന്നാരോഗ്യം നൽകുന്നു താതനായി, പകരം എന്തു നൽകും ഞാനിനി. ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി, പകരം എന്തു നൽകും നന്ദിയാലും വാഴ്ത്തിടും സൃഷ്ടാവേ, പകരം എന്തു നൽകും ഞാനിനി. അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. കർത്താവേ, കാരുണ്യവാനായ ദൈവം, അടിയങ്ങൾ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. 2024 ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു പൂർണ്ണ സമർപ്പണം നടത്തുന്നു. പുതിയ പാട്ട് പാടുവാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ രക്ഷയെ ഘോഷിക്കുവാൻ, അങ്ങേ കാത്തിരിപ്പാൻ, വിശുദ്ധിയോടെ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങുവാൻ, അങ്ങേ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിച്ചതിനായി നന്ദി. യേശു കർത്താവിൻ്റെ അതുല്യമായ നാമത്തിൽ ആമേൻ.